അപ്പൊ ഈ ഏപ്രിൽ മാസത്തില് ചീര അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. മാത്രമല്ല ചീര പെട്ടെന്ന് വിളവെടുക്കാനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പൊ നമ്മള് ഇനിയിപ്പോൾ ഏപ്രിൽ മാസ കൃഷികൾ എന്തൊക്കെയാണ്, അതുപോലെ അതിന് വരുന്ന കീട നിയന്ത്രണ മാർഗങ്ങൾ, പിന്നെ പെട്ടെന്ന് പൂത്ത് കായ്ക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം പെട്ടെന്ന് തന്നെ എന്താണ് വെള്ളരി അല്ലേ. ഇതുവരെ വെള്ളരി കൃഷി ചെയ്യാത്തവരുണ്ടാവില്ല എന്നറിയാം. എല്ലാവരും കണിവെള്ളരിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്യാം. കാരണം ഇതേ നല്ല തരം വെള്ളരി തൈകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കണു അല്ലേ. വെള്ളരിയിൽ തന്നെ 2 തരം ഉണ്ട്. കണിവെള്ളരി ഉണ്ട്, സാധാ വെള്ളരി ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കണിവെള്ളരിയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തരം തൈകൾ നമ്മൾ വാങ്ങി ഇപ്പം തന്നെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് നമുക്ക് വിഷുവിൻ്റെ സമയത്ത് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളരി മാത്രമല്ല നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക, അതുപോലെ പടർന്ന് പോകുന്ന എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് പറഞ്ഞപ്പോഴാണ് പ്രത്യേകം ഇപ്പോൾ ദേ നല്ല തരം പാവൽ വന്നിട്ടുണ്ട്. ഇത് ഒരു പാവയ്ക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് ഒത്തിരി അധികം നല്ല വലിപ്പത്തിലുള്ള നല്ല പുതിയ ഹൈബ്രിഡ് വെറൈറ്റി പാവലാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഇങ്ങനത്തെ പാവല് തൈകളും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നുണ്ട്. കണ്ടു, നല്ല സ്ട്രോങ് നല്ല തൈകളാണ്. നിങ്ങൾക്ക് ഇതിൽ കണ്ടറിയാം. ഇതിൻ്റെ ദേ കണ്ടു, വേരൊക്കെ ഇങ്ങനെ വേര് പടലങ്ങളോട് കൂടി ചുറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് പാവല്, പടവലം, പീച്ചില് എന്ന് വേണ്ട വള്ളിയായിട്ട് പടരുന്ന എല്ലാതും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ദേ എല്ലാ തരം പയറുകള്, കുറ്റിപ്പയറുകൾ, അതുപോലെ ഒത്തിരി ചെറിയ ഒരു രീതിയിൽ പിന്നെ കുറച്ച് വള്ളി വീശുന്നു, പിന്നെ ഒത്തിരി അധികം വള്ളി വീശുന്ന പയറ്, അങ്ങനെ അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടു, വെണ്ടകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടല്ലോ അല്ലെ. അതായത് കൊമ്പൻ വെണ്ട, റെഡ് വെണ്ട, സാധാ വെണ്ട, അങ്ങനെ പലതരം വെണ്ട എന്ന് പറയാൻ മാത്രമല്ല ദേ കണ്ടു നല്ല ഹെൽത്തി ആയിട്ടുള്ള വെണ്ട തൈകളാണ്. ഇത് റെഡ് വെണ്ടയാണ് കേട്ടോ. അത് റെഡ് വെണ്ടയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം നമ്മുടെ മറ്റ് വെണ്ടയെക്കാളും ഒത്തിരി അധികം നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് വെണ്ട നടാനായിട്ട് വളരെ പറ്റിയ സമയമാണ്. ഇപ്പം ഏത് വെണ്ടയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നടാം. അപ്പോൾ നിങ്ങൾക്ക് വെണ്ട തൈകൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുമ്പം ഇത്ര ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ഇത് വാങ്ങി നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെണ്ടയുടെ പരിചരണം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അത്രയധികം പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ലൊരു പോട്ടി മിക്സിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയ വെള്ളം ആഴ്ചയിൽ 2 വട്ടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. വെണ്ട പൂക്കാത്തതും കായ്ക്കാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല തരം തൈകളല്ലാത്തതാണ്. പക്ഷെ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധാരാളമായിട്ട് വെണ്ട കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ ഏപ്രിൽ മാസത്തെ കൃഷിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണുള്ള പടവലം. നമുക്കറിയാം, നമ്മൾ കണി വെക്കാനൊക്കെ ആയിട്ട് പടവലം, ചെറിയ പടവലാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ധാരാളമായിട്ട് പടവലം ചെയ്യും. അപ്പൊ ദേ കണ്ടു, നല്ല ഹെൽത്തി ആയിട്ടുള്ള പടവലം നിങ്ങൾക്ക് കണ്ടു. ഇത്രയും നല്ല ആരോഗ്യത്തോടെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഇതുപോലുള്ള തൈകളാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും യാതൊരു കീടബാധയില്ലാതെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടും. നിങ്ങൾ വാങ്ങുന്ന തൈകളുടെ പ്രശ്നമാണ് ഒരു പരിധി വരെ നിങ്ങൾക്ക് ശരിയാവാത്ത. കാരണം നമ്മൾ വാങ്ങുന്ന വിത്തുകൾ പ്രശ്നമൊക്കെ ആവുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ വളരില്ല. അതിന് ഒരുപാട് കീടബാധ വരും. ഈ തൈകൾ നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ അതിന് കീടബാധ വന്നാലും അതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഈ പടവലത്തിന് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുഴുവിൻ്റെ ഒരു ഇതാണ്. അതിന് നമ്മൾ ബിവേറിയ കൊടുക്കുക, നീം ഓയിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും 2 തരത്തിലുള്ള പടവലം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. ബേബി പടവലമാണ് മറ്റു പടവലത്തിനായിട്ടും കൂടുതൽ നമുക്ക് ഏറ്റവും ഒത്തിരി അധികം ഉണ്ടാവുക. പക്ഷെ മറ്റേ നീളമുള്ള പടവലം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അതുണ്ട്. പിന്നെ അങ്ങനെ വള്ളിയായിട്ട് പടരുന്ന എല്ലാ തരം ഇതുണ്ട്. മത്തൻ,
മത്തൻ്റെ ആണെന്നുണ്ടെങ്കിലും കുമ്പളം, വെള്ളരി, അങ്ങനെ എല്ലാ തരം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം, ഇതൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇത് DTDC കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോഴും ഉണ്ടാവും ഒരു സംശയം, ഇതൊക്കെ സേഫായിട്ട് കിട്ടുമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് നമുക്ക് ധാരാളമായിട്ട് ചീരയൊക്കെ കൃഷി ചെയ്യുന്ന സമയമാണല്ലോ അല്ലെ. എല്ലാ തരം ചീരയും ഇപ്പൊ ഇന്ന ചീര എന്നില്ല. ഇപ്പൊ പച്ചച്ചീര, ചുമപ്പ് ചീര, പാൽച്ചീര, സുന്ദരി ചീര, മയിൽപ്പീലി ചീര, അങ്ങനെ എല്ലാ തരം ചീരകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. കണ്ടു. ഇപ്പൊ ചീര നമ്മൾ വിത്ത് പാകി ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ഒന്ന് പറിച്ച് നടക്കണം. പക്ഷെ നമുക്ക് ഈ കിട്ടുന്ന തൈകൾ കണ്ടു, ഇതിപ്പോ ഇത്രയും നല്ലൊരു വളർച്ച എത്തിയതാണ്. ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ നല്ല അടിവളം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു നമ്മളുടെ ഒരു ഇതിൽ തന്നെ ഒരു വിത്തോ ഒരു തെയ്യൊന്നുമല്ല, ഒത്തിരി അധികം തൈകളായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. അപ്പൊ ഇതിങ്ങനെ തന്നെ നടുവേണ്ട. എല്ലാ തരം ചീരകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കണ്ടാലറിയാം ഒത്തിരി ചീര. അപ്പൊ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ചീര കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുക. അപ്പൊ ചീരയ്ക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു പുഴുവിന്റെ ഉപദ്രവം വരും, അല്ലെങ്കിൽ അതിനൊരു കുത്ത്, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഒരു വെള്ള കളർ പോലെയൊക്കെ വരുമല്ലോ അല്ലെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ ഇടുക. ഒരു ചെറിയ കഷ്ണം കായം, പിന്നെ ഒരു ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചീരയ്ക്ക് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചീരയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. പിന്നെ നല്ല വളർച്ച കിട്ടാനായിട്ട് ഗോമൂത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നേർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും ചീര നട്ടുപിടിപ്പിക്കുക. ചീര നട്ടവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഒരു പരിഹാര മാർഗമായിട്ട് കണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഏതാണ് മുളക് അല്ലേ. എല്ലാ തരം മുളകുകളും ഉണ്ട് ഇവിടെ. ഞാൻ ഇപ്പോൾ മാലിമുളകാണെന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സമയത്ത് മാലിമുളകിനാണ് ഏറ്റവും വില കൂടുതലും കാര്യങ്ങളും. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാലിമുളക് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. 2 കളറ് മാലിമുളക് ഉണ്ട്, മഞ്ഞയുണ്ട്, ചുമപ്പും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറ്റുള്ള എല്ലാ മുളകുകളും ചെയ്യുന്ന അതേതുപോലെ തന്നെ നമുക്ക് മാലിമുളകാണെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല കരുത്തുള്ള തൈകളാണ്. അപ്പൊ മാലിമുളക് കൃഷി ചെയ്യുന്നത് കൂടെ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു വരുമാന മാർഗമാക്കി മാറ്റാനും പറ്റും. ഇത് കണ്ടു, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ്. അപ്പോൾ മാലിമുളകിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ ഈ കൃഷിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള ആ ഒരു പണം സമ്പാദിക്കാനും പറ്റും. ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മുളകാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും. മാലിമുളക് മാത്രമല്ല, സിറ, ബുള്ളറ്റ്, ഭാസ്കര, ഉജ്ജ്വല, പിന്നെ കാന്താരി തന്നെ വെള്ളക്കാന്താരി ഉണ്ട്, പച്ചക്കാന്താരി ഉണ്ട്, അതിൽ തന്നെ ചെറുത് വലുതായിട്ടുള്ള കാന്താരികളുണ്ട്. അങ്ങനെ മുളകിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് മുളക് നമുക്കുള്ളത്. മുളക് തൈകൾ ഒരെണ്ണം മാത്രമായിട്ട് വെക്കാതെ ഇതേ കണ്ടു, ഇതിലൊക്കെ ഒരുപാട് മുളക് തൈകളുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഒരുപാട് മുളക് തൈകൾ, വെറൈറ്റി മുളക് തൈകൾ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്തായാലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാ തരം മുളക് വെച്ചാലും വളരെ നല്ലതാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാ തരം മുളക് തൈകളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ വെണ്ടയുടെ കാര്യം പറഞ്ഞു. ഇപ്പം അത്യാവശ്യം നല്ല വലിയ വെണ്ട തൈകളാണെങ്കിലും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഉണ്ടാവും ചെറിയ വെണ്ട തൈകൾ വേണ്ട, വലുത് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതേ നല്ല വളർച്ച എത്തിയിട്ടുള്ള വെണ്ട തൈകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു വെണ്ടയാണെന്നുണ്ടെങ്കിലും അതൊക്കെ, അതുപോലെ പീച്ചിൽ നമുക്കറിയാം ഒത്തിരി ഔഷധ ഗുണമുള്ളതും വളരെ നല്ലതുമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതേ പീച്ചിലിൻ്റെ തൈകളും ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് പീച്ചിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം പീച്ചിലിന് വലിയ പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ചെറിയ ഫ്രൂട്ട് പ്ലാന്റിന്റെ മേലെയൊക്കെ നമുക്ക് പടർത്തി വിട്ടാലും മതി. അപ്പോൾ അതിന് വേറെ പന്തലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ അധികം കീടബാധ ഒന്നും വരില്ല. അപ്പോൾ പീച്ചിൽ വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് മാത്രമല്ല ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്.
അപ്പൊ ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തരം കൃഷികൾ ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നല്ല തരം തൈകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു പ്രതിരോധ ശക്തി ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് കീടബാധയോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ നമ്മൾ ചീര ഞാൻ പറഞ്ഞല്ലോ, എടുത്തു പറഞ്ഞു, ചീര വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൊത്തമരയ്ക്കും അതെ, അങ്ങനെ വലിയ പ്രശ്നമോ കാര്യം. മഴക്കാലത്ത് നമുക്ക് കൊത്തമര പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് കൊത്തമര കൃഷി ചെയ്യാൻ വളരെ നല്ലതാണ്. കൊത്തമര ധാരാളമായിട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ ഇതുപോലെയുള്ള ഇതേ കണ്ടു നീലക്കെണി, ഈ നീലക്കെണി കെട്ടിയിടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇതിലോട്ട് കീടങ്ങളെ ആകർഷിച്ച് അത് നശിച്ചു പോവാനും. അതുപോലെ ദേ മഞ്ഞക്കെണി കണ്ടു, ഈ മഞ്ഞക്കെണിയും നീലക്കെണിയും നിങ്ങളുടെ കൃഷിയിടത്തിൽ സ്ഥാപിക്കുക. പിന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള തൈകൾ വാങ്ങി കൃഷി ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തെ കൃഷി അടിപൊളിയാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ തരം തൈകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.